നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് പുതിയ മോഡൽസ് സാരീസ് കാണിക്കാം. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ കാണിച്ചൊരു പ്യുവർ മോഡാളിൻ്റെ പ്ലെയിൻ സാരി ഉണ്ടായിരുന്നു. അത് ഒത്തിരി പേര് അത് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഒത്തിരി പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അത് റീസ്റ്റോക്ക് വന്ന് ഒരു 3-4 കളേഴ്സ് കൂടെ കാണിക്കാവേ. അത് കാണിച്ചിട്ട് ബാക്കി കാണിക്കാം. ഇത് പ്യുവർ മോഡലാണ്, പ്ലെയിൻ ആണ്. ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ സറി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇത് സെയിം തന്നെയാണ്, റണ്ണിങ് തന്നെയാണ്, അല്ലാതെ സെപ്പറേറ്റ് ബ്ലൗസ് ഇല്ല. ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഒത്തിരി ആൾക്കാർക്ക് ആവശ്യമായിരുന്നു. പക്ഷെ പലർക്കും അവനവൻ ആഗ്രഹിച്ച കളറ് ചോദിച്ചു പിടിച്ച് വന്നപ്പോഴത്തേനും മുഴുവൻ തീർന്നു പോയി. പിന്നെ കിട്ടിയ കളർ കൊണ്ട് തൃപ്തിപ്പെട്ടവരുണ്ട്. അടുത്ത സ്റ്റോക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പം അടുത്ത സ്റ്റോക്കിനകത്ത് വന്നത് ഞാനൊരു 4 കളറാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഓൺലൈനിലെല്ലാം കാണിച്ചു കഴിയും. ഓൺലൈൻ വഴി പോയി കഴിയുമ്പോൾ കടയിൽ വരുന്ന ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് പലർക്കും പലവർക്കും കിട്ടുന്നില്ല എന്ന് പരാതിയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ എവിടെ ആണെങ്കിലും സെയിൽ നടന്നാൽ മതിയല്ലോ എന്ന് ഓർത്ത് ഓൺലൈനിൽ ചോദിക്കുമ്പോൾ ഓൺലൈനിൽ കൊടുക്കും. അതുകൊണ്ട് കുറച്ച് കളറുകൾ ഓൺലൈനിൽ കാണിക്കുന്നുള്ളൂ എന്ന് വെച്ചു. ഇതാണ് ആദ്യത്തെ കളർ, നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. ഇത് മൊഡാളാണ്, പ്യുവർ മൊഡാളാണ്, നാച്ചുറൽ ഡൈ ആണ്. നല്ല ഭംഗിയാണ് ഉപയോഗിക്കാനാണേലും, കംഫർട്ടാണ്, നല്ല കൊണ്ടു നടക്കാനൊക്കെ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇത് സാരി ആയിട്ട് കുറച്ച് മതിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് രുചി ചുരിദാറോ നല്ല സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് തയ്ക്കുകയും ചെയ്യാം. നല്ല രസമാണ്. പിന്നെന്താ, നല്ല രസം, ഉടുക്കാനും കാണാനും എല്ലാം ഭംഗിയാണ്. പ്യുവർ മോഡലാണ്. പിന്നെ ഡ്രൈ വാഷ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ഹാൻഡ് വാഷ് ചെയ്യരുത്. ഇനി ഹാൻഡ് വാഷിന് അത്രമേൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്നെ ചെയ്യണം, ഷാംപൂ വാഷ് ചെയ്യണം. ഞാൻ പറയുകയല്ല ഷാംപൂ വാഷ് ചെയ്യാൻ, നിങ്ങളുടെ സ്വന്തം റിസ്കിലേ ചെയ്യാവുള്ളൂ. ഇത് അടുത്ത് നല്ല ഡാർക്ക് മെറൂൺ, നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട്. ചുരിദാർ സെറ്റ് പ്യുവർ മോഡലിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ കാണിക്കാൻ മാക്സിമം ശ്രമിക്കാം. നല്ല രസം ഇങ്ങനെ തന്നെ. പക്ഷെ ചുരിദാർ സെറ്റിൻ്റെ ഇത് തന്നെ വന്നിട്ട് ബോഡി ഷോളെ ബുട്ടായി എന്നിട്ട് അടിയിൽ ഈ ഒരു ഗോൾഡൻ സെറിയും കൂടെ വന്നിട്ട് നല്ല ഭംഗിയാണ്. ബാക്കി മുഴുവൻ ഫുള്ള് പ്ലെയിനാണ്. നല്ല രസമാണ് അത് കാണാൻ. ഷോള് മാത്രം ബുട്ടായതായിട്ട് നല്ല രസമാണ് ഇത് കാണാൻ. അത് ഈ പറഞ്ഞ പോലെ നല്ല ഡാർക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഈ സാരി കാണിക്കുമ്പോൾ ആ സാരിയെ പറ്റി ഒരു ഇത് പറയുന്നതിനല്ലേ, ലാവണ്ടർ ഷെയ്ഡ്, കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാത്ത ഷെയ്ഡാണ്. ലാവണ്ടറിൻ്റെ നല്ല ലൈറ്റ് ഷെയ്ഡ്. ഇത് തന്നെ എനിക്ക് സെയിം കുർത്തിയുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ എടുത്തതാണ്. നല്ല രസമുണ്ട്. ലൈറ്റിൽ ഞാൻ അങ്ങനെ എനിക്ക് ഒത്തിരി ഒന്നും ഇല്ലാത്ത ഒരു കളറുകളിലൊക്കെ ഒന്നായി. ലാവണ്ടർ എപ്പോഴും ഉണ്ടല്ലോ, ബ്ലാക്ക്, നേവി ബ്ലൂ, ഇങ്ങനെ വൈറ്റ്, ക്രീം. എനിക്കിപ്പോൾ ക്രീമും വൈറ്റും പ്രാന്താണ്. അങ്ങനത്തെ കുറേ കളറുകൾ, ഇങ്ങനത്തെ വേറെ കളറുകൾ ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ അങ്ങനത്തെ കളറുകൾ എടുക്കാറില്ലല്ലോ എന്ന്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തും പറയാം, ഇല്ലാത്ത കുറച്ച് കളറുകളൊന്നും എടുത്ത് നോക്കിയാൽ നമുക്കൊരു വെറൈറ്റി ലുക്ക് ഫീൽ ചെയ്യും. മിക്കവർക്കും ഉള്ളൊരിത് അവനവന് ഇഷ്ടപ്പെട്ട കുറേ കളറുകൾ തന്നെ കാണത്തുള്ളൂ. മറ്റു കളറുകളൊന്നും പരീക്ഷ നോക്കത്തില്ല. മനസ്സിലെ ഒരു തോന്നൽ, ആ കളർ എനിക്ക് ചേരത്തില്ല, വെറുതെ ഒന്ന് തോന്നുക. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഒന്ന് പരീക്ഷ നോക്കി. അപ്പം ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ വേറൊരു ലുക്കി വരും. നല്ല എന്നാ കളറാ ഇത്, നല്ല റെഡിഷ് മെറൂൺ ആണ്. വേറെ കളറാണോ? ഇത്രയും ഡാർക്കല്ല. അയ്യോ, അത് ഭയങ്കര നഷ്ടമായി പോകും. ഇത് നല്ലൊരു കളർ കേട്ടോ. എൻ്റെ നോട്ടത്തിൽ ഭയങ്കര ചില്ലി റെഡിന്റെ കളറാണ്. ചില്ലിയുടെ റെഡിന്റെ ശരിക്കും ചില്ലി റെഡ് തന്നെ പറയാം. ഒരു മെറൂണിഷ് മിക്സ് ആയിട്ടുള്ള കളർ. നല്ല ഭംഗിയാട്ടോ, നല്ല രസമാണ് കാണാൻ. ഇത് പക്ഷെ സ്ക്രീനിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് കറക്റ്റായിട്ടല്ല കാണുന്നത്. അതിൻ്റെ അത്രയും ഡാർക്ക്നെസ് വീഡിയോയ്ക്ക് അത് കാണുന്നില്ല എന്നാണ് പറയുന്നത്. നല്ല ഡാർക്ക് കളറാണ്. നിങ്ങൾ ഇനി ചിലർ പറയും ഇതെടുത്ത് ഫോട്ടോ എടുത്തയക്കാൻ. ഫോട്ടോ എടുത്തയച്ചാൽ ഞാൻ 100% പറയുക, വീഡിയോയ്ക്ക് അത് കാണിക്കുന്ന അത്രയും പോലും പെർഫെക്റ്റ് കളർ കിട്ടത്തില്ല. പലർക്കും ഉള്ള ഒരു ഇതാണ്. എനിക്ക് അറിയത്തില്ല അത് എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്. ഒന്നുകൂടെ അതിൻ്റെ ഫോട്ടോ എടുത്തിടാവോ എന്ന് ചോദിക്കും. ഫോട്ടോ എടുത്തിടാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സാധനം റാക്കിലെല്ലാം എടുത്തുകൊണ്ട് വെച്ച് വന്നിട്ട് എടുത്ത് ടേബിളിലോട്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കും. അല്ലാതെ ലൈറ്റ് സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് നിങ്ങൾക്ക് കളർ മിസ്റ്റേക്കൺ ആയിട്ടേ കിട്ടുള്ളൂ. ശരിക്കും വീഡിയോയിൽ കാണുന്നതാണ് യഥാർത്ഥ കളർ. പിന്നെ ഒരു കാര്യമുണ്ട്, ഫോണിന്റെ വ്യത്യാസം അനുസരിച്ച് കളർ വ്യത്യാസം വരും. ആ ടൈപ്പ് സാരി തീർന്നു മോഡാണ്ട്. ഇനി വേറെ സാരി കാണിക്കാം. ഇത് കേട്ടോ, സെമി ടസർ സിൽക്കില്
ഇത് നമ്മൾ ഇതിൻ്റെ ഉണ്ടല്ലോ ക്രീം, ഇതിപ്പോൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നല്ലൊരു, ഞാൻ ചെറുതായിട്ടൊന്ന് ഈ സാരി കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെ ഒരു പ്രിൻ്റാണ് നിറച്ച്. വലിയ പ്രിൻറ്റും ഉണ്ട്, ചെറിയ പ്രിൻറ്റും ഉണ്ട്. ഒരെണ്ണം ഞാൻ ഫുള്ള് നോട്ട് കാണിക്കാം. ഇതിപ്പോൾ പീച്ച് ഷെയ്ഡാണ് ഇതിനകത്ത് കൂടുതൽ വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. നല്ല രസമല്ലേ? ഒരു ഡിസൈനർ സാരി ആയിട്ട് എടുക്കണം ഇത്. ആ രീതിക്ക് കണക്കാക്കണം ഇതിനെ. ഇതിപ്പം ഇതിൻ്റെ ക്രീമെ മാത്രം ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇത് ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെ വെളിയിൽ ഈ JCBയുടെ പണി നടക്കുന്നുണ്ട് ഇതിന് വെളിയിൽ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും മൂന്ന് ദിവസം കേൾക്കുമ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന തോന്നുന്നത്. ഇതിപ്പോൾ പീച്ച് ഷെയ്ഡ്, എന്നിട്ട് ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈൻസ് താഴെ ഇങ്ങനെ ആ ഒരു ഇത് കണ്ടോ, ഇത് തന്നെ താഴെ കൂടെ ബോർഡർ ആയിട്ട് പോയിരിക്കുക, ചെറിയ ബോർഡർ ആയിട്ട് പോയിരിക്കുക. ബ്ലൗസ് വരുമ്പോൾ ഇത് വരും. നല്ല സാരി കേട്ടോ. സെമി ടെസറിന്റെ സ്റ്റഫും. ഇനി അതിന്റെ തന്നെ കളറുകൾ ചേഞ്ചായി വരുന്നതാണ്. സെയിം സംഭവം തന്നെയാണ്, കളർ ചേഞ്ചായി വരുന്നതേ ഉള്ളൂ. അത് പീച്ചായിരുന്നു, ഇത് മസ്റ്റാർഡ് യെല്ലോ കേട്ടോ. ഇതിപ്പോ മുന്താണിയാണ്. എനിക്ക് രണ്ടും കൂടെ കാണിക്കണേ, ഞാനിത് മൊത്തം അഴിച്ചെടുക്കണം. അത് ശരി ഒരു ബുദ്ധിമുട്ട് സങ്കടമുള്ള ഒരു കാര്യമാണ്. എന്നാലും ഇത് ഇപ്പൊ കാണുന്ന ഭാഗം ബ്ലൗസാ. ഇത് ബ്ലൗസാ, ഇങ്ങനെ വരും ബോഡി. വേണ്ട, നല്ല ഫങ്ഷൻ വെയർ ആണ്. എവിടെ ഇപ്പൊ നമുക്ക് വെറുതെ പോകാനാണെങ്കിലും ഓവറായിട്ടുള്ളതൊന്നുമില്ല, പക്ഷെ നല്ലതാ. ഞാൻ പറഞ്ഞിട്ട് സാരി ഫോൾ എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, സാരി ഫോൾ വെക്കണം. സാരിക്ക് ലാസ്റ്റിങ്ങും ചെയ്യും, നല്ലതായിട്ട് ലാസ്റ്റും ചെയ്യും. ഇരട്ടി വൃത്തിയാണ് ആ പ്ലീറ്റ്സ് പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേനും. ഇതിപ്പം മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോ. മസ്റ്റാർഡ് യെല്ലോന്നോ ഗോൾഡൻ യെല്ലോന്നും തനിച്ച് പറയാൻ പറ്റത്തില്ല. കറക്റ്റ് മസ്റ്റാർഡ് യെല്ലോയും അല്ല, കറക്റ്റ് ഗോൾഡൻ യെല്ലോയും അല്ല. ഇതിന്റെ രണ്ടിന്റെയും കൂടെ മിഡിൽ തനി ഗോൾഡാണ് കുറച്ചും കൂടെ പറയുന്നത്. ഇത് വരും ബ്ലൗസ്. ഇനി അതിന്റെ പാരറ്റ് ഗ്രീൻ, ലൈറ്റ് പാരറ്റ് ഗ്രീൻ, ഡാർക്ക് അല്ല, ലൈറ്റ്. ഇവിടെ മുന്താണിയുടെ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഉൾഭാഗം കണ്ടോ, ചെറിയ മുട്ടാസ. എന്നിട്ട് താഴെ ഈ ഒരു ബോർഡർ കണ്ടോ, താഴെ ബോർഡർ ഇങ്ങനെ വരും. മുന്താണി ഇങ്ങനെ. ഇപ്പൊ പാരറ്റ് ഗ്രീന്, പീച്ച്, ഗോൾഡ്. ഇനിയിപ്പോ പീച്ചിന്റെ വേറൊരു ഷെയ്ഡ്, ചാമ്പയ്ക്ക പീച്ചില്ലേ, ആ ഒരു പീച്ച്. എല്ലാം നല്ല കളർ കേട്ടോ. ഇത് മൾട്ടി കളറിലായി ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലോട്ടസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു ഡിസൈൻ അങ്ങനത്തെ ഒരു മൾട്ടി കളറിൽ ചെയ്തിട്ടുണ്ട്. അതിനൊരു ഭയങ്കരമായിട്ടുള്ള എടുപ്പാ. നല്ല സെമി ടെസറും 100% സെമി ടെസർ എന്ന് ഞാൻ ഇതിനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരു ടിഷ്യൂവിന്റെ സോഫ്റ്റ് ടിഷ്യൂ ഇല്ല, അതും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ് ഇതിന്. പക്ഷെ ഇത് അടിച്ചു വന്നത് സെമി ടെസർ എന്നാ. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ഇതൊരു സോഫ്റ്റ് ടിഷ്യൂ കൂടെ കൂടിയിട്ടുള്ളൊരു ഇതാ, എന്നാ പറയുന്നത്, സ്റ്റഫാ. സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നമുക്ക് കൊടുത്തു വെക്കാൻ ഒരു പാടില്ല. ഇപ്പൊ കാണിച്ചത് ബ്ലൗസ് പിസ്ത ഗ്രീൻ്റെ ഡാർക്ക്. പിസ്ത ഗ്രീനാണ്, അതിന് ഇച്ചിരി ഡാർക്കാണ്. പിസ്ത ഗ്രീൻ്റെ ഇച്ചിരി ഡാർക്ക്, നല്ല രസം. പിസ്ത ഗ്രീൻ നല്ലൊരു കളറല്ലേ. എനിക്ക് നേരത്തെ അങ്ങനത്തെ കളറുകളൊന്നും ഒരു ഇങ്ങോട്ട് കാണിക്കണോ ഒട്ടും ഞാനതിന് ഇൻട്രസ്റ്റ്. ഇപ്പൊ ഓരോ കളറുകൾ കാണും ഞാനൊക്കെ എന്ത് രസമാണെന്ന്. ചില കളറുകളെ, ചില പിസ്ത ഗ്രീനൊക്കെ ചുരിദാർ സെറ്റേ വരണം, നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോഴാണോ കുട്ടി തിരിച്ചറിഞ്ഞത്? ഇപ്പോഴാണ് ഈ കുട്ടി തിരിച്ചറിഞ്ഞത്. പലതും ഒരു ഉഷാറില്ല, എന്നാ പറയത്തില്ല. ചില ദിവസം നമുക്ക് എല്ലാവർക്കും ഇല്ല, എല്ലാ മനുഷ്യർക്കും ഇല്ല, സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകിച്ചുകൊണ്ട് എന്തോ കാര്യമില്ലാതെ ഒരു ഉഷാറില്ലായ്മ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചില്ലേ, എൻ്റെ പഴയ സീനിയർ സ്റ്റാഫാ
ഞാൻ പറയും ഗീത ചേച്ചീനെ ഞാൻ കാണിച്ചത്. ചേച്ചിയുടെ ഹസ്ബൻഡ് അറ്റാക്കായിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. ചേച്ചി എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ളൊരു ചേച്ചി ഇല്ലാത്ത എൻ്റെ ഹസ്ബൻഡ് പറയുക എനിക്ക് ചേച്ചി ഇവിടെ ഇല്ലാത്ത എൻ്റെ മൂഡ് ഓഫാണ്. എനിക്ക് ഭയങ്കര എന്നാന്ന് അറിയത്തില്ല, എന്നാന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കൊരു സന്തോഷം തോന്നില്ല. അതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മാറി നിന്നല്ലേ ഉള്ളൂ, എന്നാലും ഒരു എന്തോ ഒരു സുഖമില്ല. ഇതാണ് ബോഡിയെ പൗഡർ ബ്ലൂന്റെ ഒരു ഷെയ്ഡ്. പിങ്കെന്ന് പറയുമ്പോൾ പീച്ചിനപ്പൊ എത്ര ഷെയ്ഡല്ലേ? പിങ്കിന്റെ ഒരു ഷെയ്ഡ് കേട്ടോ. ഈ ടാസ്ലിൽ നോക്കുമ്പോ പിങ്ക് ഷെയ്ഡാ. ഇത് മുന്താണിയാണ് കേട്ടോ. മുന്താണിയുടെ ഭാഗം ഞാൻ ഈ ബോഡിയെ ഇട്ട് കാണിക്കുന്നത്. അത് അല്ലെങ്കിൽ അത് ഫോൾഡിങ് കണ്ടോ, വല്ലാത്തൊരു ഫോൾഡിങ്. ഇത് കേട്ടോ, നല്ല രസം, നല്ല വെറൈറ്റി സാരീസ് ആണ്. ഡിസൈനർ സാരീസിൽ വെറൈറ്റി സാരീസ് നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു മോഡലിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു സാരി കൂടെ കാണിക്കാം. ഒന്ന് കട്ടിക്കാം. ഇത് കണ്ടോ, നല്ലൊരു ഡെയിലി വെയർ അല്ലെങ്കിൽ ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ടിഷ്യൂ, സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. നല്ല എനിക്കിഷ്ടപ്പെട്ട അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് അതിൻ്റെ ഉണ്ടല്ലോ ബോർഡർ ഇല്ലേ, നമുക്ക് നല്ലൊരു ലുക്ക് തരും. അത് ഇങ്ങനെ നല്ല അലസമായിട്ടോ അല്ലെങ്കിൽ അലസമായിട്ട് ഇടുന്ന പോലെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് ഇടുമ്പോൾ ഫൺ പ്ലീറ്റ്സ് ആയിട്ട് ഇടുന്ന പോലെ ഇടാം, അല്ലെങ്കിൽ നല്ല ഒന്നാന്തരമായിട്ട് പ്ലീറ്റ്സ് എടുത്ത് ഞൊറിവെടുത്തിടാം. ഇങ്ങനെ ഒരു കുഞ്ഞ് ചെക്ക് ഡിസൈൻ പോകുന്നുണ്ട്. എന്നിട്ട് ബോർഡറിന് ഇങ്ങനെ ഈ ഒരു മെഹന്തി കളറിലുള്ള ബോർഡർ, ഗോൾഡ് അല്ല മെഹന്തി കളറാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഞാനിതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണെന്ന് നോക്കാൻ മറന്നു പോയിന്നേ. ബ്ലൗസ് സെയിം ആണ്, സെൽഫാണ്. ഈ ഒരു ബോർഡറുമായിട്ട് ഇതാണ് ബ്ലൗസ്. ഈ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീല് തരും. നല്ല നമുക്കിപ്പോൾ ഓഫീസിൽ പോകണമെങ്കിലും ഉടുക്കാം, ഒരു ചെറിയ ഫംഗ്ഷന് പോകണമെങ്കിലും ഉടുക്കാം. നല്ലൊരു ഇതാ, ഓവറായിട്ടുള്ള ഇത്. ഇപ്പം ഇതിപ്പോൾ കളർ വന്നിട്ട് ഒരു ഗ്രേഡ് ഒരു ഷെയ്ഡ്, ആഷിൻ്റെ ഒരു ഷെയ്ഡാണ്, ബ്ലാക്കും. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് എനിക്കൊരു പേര് വരെ ഇട്ടിട്ടുണ്ട്. എപ്പോഴും വിളിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ. ഇസു ഇസബെല്ലയുടെ ഇസു എന്നായിരുന്നു വിളിക്കുന്നത്. എപ്പോഴും അങ്ങനെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ വിളിക്കുന്ന ധാരാളം പേരുണ്ട് കസ്റ്റമേഴ്സ്. എന്നിട്ട് എനിക്ക് എപ്പോഴും പറഞ്ഞു അതാണ് ഇത്, അതിന്റെ ഒരു ഇതില്ല, അതിന്റെ ഒരു ഇതിന്റെ അത് ഇത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പറയുക അതിന്റെ ഒരു ഇതല്ലേ, ഇത് ഏതാ ഇത് അത് എപ്പോഴും ഒരു പറച്ചിലുണ്ട്. ഇത് കണ്ടോ, നല്ല ഇതിന് ഗോൾഡൻ ആണ് ബോർഡർ. നിങ്ങൾക്ക് കേരള സാരി ആയിട്ട് വേണമെങ്കിൽ ഉടുക്കാം, അല്ലാതെ ഉടുക്കാം. ഇനിയിപ്പോൾ ആദ്യ കുർബാന അങ്ങനത്തെ സംഭവം ഒക്കെ ഒത്തിരി വരുന്നുണ്ടല്ലോ, ആദ്യ കുർബാനയുടെ സമയമായല്ലോ. അപ്പം അന്നേരമൊക്കെ പോണെങ്കിൽ ഉടുക്കാൻ നല്ല സാരി, കേരള സാരി എന്ന് തോന്നത്തില്ല, പക്ഷെ കേരള സാരി ഉടുക്കേണ്ട ഒക്കേഷനിൽ വേണമെങ്കിൽ ഉടുക്കത്തെ ഒരു ചെക്ക് ഡിസൈൻ ഉണ്ട്. മുന്താണി ഇതേണ്ട ഇങ്ങനെ, ഹലോ മുന്താണി ഇതേണ്ട ഇങ്ങനെ. എനിക്ക് ആ സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ കസവിനോട് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ. ഇത് കേട്ടോ, നല്ല ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ്, ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, നല്ല അങ്ങനത്തെ ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ ഇഷ്ടപ്പെടുന്നില്ലാത്തവർക്ക് നല്ല സാരിയാണ്. എൻ്റെ മനസ്സിൽ പല കസ്റ്റമേഴ്സിൻ്റെ മുഖങ്ങൾ വരുന്നുണ്ട്. എനിക്കറിയാം ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ, ഇത്രയും കാലമായില്ലേ നമ്മൾ ഓൺലൈൻ ചെയ്ത് തുടങ്ങിയിട്ട്, ഇപ്പം എത്ര കാലമായി, അതുകൊണ്ട് ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റുകൾ എനിക്കറിയാം. അപ്പോൾ ചിലരുടെ മുഖങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന സാരി, ലൈറ്റാണ്, പക്ഷെ ഒരു നല്ലൊരു ലുക്കുണ്ട്. ഇത് ഈ ഒരു ഡാർക്ക്നെസ്, ഇവിടെ ഒരു റോയൽ ബ്ലൂവിൻ്റെ ഡാർക്ക്നെസ്സും ഈ ഒരു മെഹന്തി അല്ലേ, മെഹന്തി പോലത്തെ ബോർഡറും പിന്നെ ഇവിടുത്തെ ഈ ലൈറ്റും ഈ ചെക്കും ഈ ഒരു മുന്താണി എല്ലാം കൂടെ നല്ല രസമാണ് കാണാനായിട്ട്. ബ്ലൗസ് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നത്, ബ്ലൗസ് റണ്ണിങ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്ത. ബ്ലൗസ് സെപ്പറേറ്റ് അല്ല, ഇത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ബോർഡറിന്റെ കളറുള്ള ബ്ലൗസ് ഇടാം, അതിന് ഗോൾഡൻ ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല. ഇന്ന് ഞാൻ കാണിച്ച ഇന്ന് ഞാൻ കാണിക്കുന്ന സാരി എല്ലാം നല്ല സൂപ്പർ അല്ലേ. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞേക്കുന്ന കേട്ടോ, ഇപ്പൊ എന്നെ നല്ല സാരി ഒന്നും കാണിക്കാത്തതെന്ന്.
ഞാൻ കാണിക്കുന്നൊക്കെ ആ പഴുക്ക് സാരിയാണോ, ഞാൻ നല്ല സാരീസ് അല്ലാന്നും പറഞ്ഞല്ലേ കാണിക്കുന്നു. സത്യം കേട്ടോ, പറഞ്ഞതിനകത്തൊരു തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ കുറച്ചായിട്ട് നല്ല ഉഴപ്പാ. കാരണം വീഡിയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണം. അതായത് ഒരു കാലത്ത് ഒത്തിരി ഞാൻ ഭയങ്കര ശ്രദ്ധിച്ച് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ലെന്നല്ല, കടയിലേക്കായിപ്പോയി കൂടുതൽ ശ്രദ്ധ. ഓൺലൈനിന്റെ ശ്രദ്ധ കുറഞ്ഞു പോയതിന്റെ ഒരു കുഴപ്പം ഇച്ചിരി ഉണ്ട്. എന്നാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം ഞാനതേ പറയും, എൻ്റെ ഒരു മിടുക്കുമല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് എന്നോട് പർച്ചേസ് ചെയ്യുന്നവരുമുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് എനിക്കില്ലെങ്കിലേ അവിടെ ഒരു വെളിയിൽ പോയി പർച്ചേസ്, അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ആദ്യം തൊട്ടുള്ളവർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, നമ്മുടെ ഒരു ലക്കാണ്. അത് ഭയങ്കര ഭാഗ്യം, ലക്കും ഒന്നല്ലേ അല്ലേ, ഇന്ന് 2 വെച്ച് പറഞ്ഞ. അപ്പൊ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല, ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല, കമന്റ് ചെയ്യാൻ പറയുന്നില്ല. എല്ലാ വീഡിയോയും കാണുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനും പറയുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമോ കമന്റ് ചെയ്യുമോ ഒക്കെ, അതൊക്കെ നിങ്ങൾക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഒക്കെ ഇഷ്ടം പോലെ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.